ചാരത്തിൽ നിന്ന് ഉദിച്ചുയർന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റ് പെർത്തിൽ ഉദിച്ചുയർന്നിരിക്കുന്നു. ന്യൂസിലാൻഡിനോട് നാട്ടിൽ 3-0 വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട ഒരു ടീം, ആദ്യ ദിവസം കേവലം 150 റൺസിന് ഓൾ ഔട്ടായ ഒരു ടീം. ഓസ്ട്രേലിയ പോലൊരു ടീമിനെ പെർത്ത് പോലൊരു ബൗളിംഗ് ഫ്രണ്ട് വിക്കറ്റിൽ കമ്മിൻസ്, സ്റ്റാർക്ക്, ഹെയ്സൽവുഡ്, ലയോൺ തുടങ്ങിയ ലോകോത്തര ബൗളിംഗ് നിരക്കെതിരെ 1.5 ദിവസം ബാക്കി നൽകി വിജയം നേടുക എന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ലാത്ത കാര്യമാണ്. ടെസ്റ്റിൻ്റെ 2ാം ദിവസം ഓസ്ട്രേലിയൻ ബൗളേഴ്സിന് ഒരു ഹാഫ് ചാൻസ് പോലും നൽകാതെ തൻ്റെ സ്വതസിദ്ധമായ അറ്റാക്കിംഗ് ശൈലി മാറ്റിവെച്ച് പക്വതയാർന്ന ഇന്നിങ്സുകളോടെ ക്രീസിൽ നങ്കൂരം വിട്ട് സെഞ്ചുറി നേടിയ യശസ്വി ജയ്സ്വാളും ഒരു സെഞ്ചുറിക്ക് തുല്യമായ അർദ്ധ സെഞ്ചുറിയുമായി KL രാഹുലും കെട്ടിപ്പൊക്കിയ റെക്കോർഡ് ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ണർഷിപ്പാണ് കളിയുടെ ഗതി തിരിച്ചത്. കൂടാതെ ഫോമിലേക്ക് മടങ്ങിയെത്തിയ കിങ് കോഹ്ലിയുടെ മനോഹര സെഞ്ചുറി കൂടി ആയപ്പോൾ 534 റൺസ് എന്ന കൂറ്റൻ ടാർജറ്റ് ഓസ്ട്രേലിയക്ക് മുന്നിൽ വെക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഓസ്ട്രേലിയയുടെ സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ 12-3 എന്ന നിലയിലേക്ക് അവരെ തളച്ചിട്ടുകൊണ്ട് ജസ്പ്രീത് ബുംറയും സിറാജും ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കരകയറാൻ പിന്നീട് ഓസ്ട്രേലിയക്ക് സാധിച്ചില്ല. ട്രാവിസ് ഹെഡ് പതിവ് പോലെ ഒരു രക്ഷാപ്രവർത്തനം ശ്രമിച്ചെങ്കിലും ഇന്ത്യ ഉയർത്തിയ ടാർജറ്റിലേക്കുള്ള ദൂരം അതിവിദൂരമായിരുന്നു. അവസാനം അർഷദ് റാണയുടെ പന്തിൽ അലക്സ് ഹാരി ക്ലീൻ ബൗൾഡാകുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മഹത്തായ വിജയങ്ങളിലെ ഒന്നാണ് ടീം ഇന്ത്യ ഇന്ന് പെർത്തിലെ സ്റ്റേഡിയത്തിൽ കുറിച്ചത്. അടുത്ത ഡെയിനിൻ ടെസ്റ്റായ അഡ്ലൈഡ് ടെസ്റ്റിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കൂടി എത്തുന്നതോടെ ഇന്ത്യക്ക് ഇരട്ടി ഊർജ്ജമാകും.